എന്റെ ദൈവമേ, എന്നോട് എന്തിനീ ചതി ചെയ്തു? എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, ഞാനിനി ഇവരെ എങ്ങനെ വളർത്തും? ഞാനന്നേരം വിളിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ ദൈവമേ. കേട്ടാ ഇന്ന് ഹാപ്പിയല്ലേ? ഇന്നെന്താ വിശേഷിച്ച്? എല്ലാം മറന്നുപോയോ? ഇന്നല്ലേ പ്രദീപേട്ടനും കുടുംബം വരുമെന്ന് പറഞ്ഞിരിക്കുന്നേ. പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമയും കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനതങ്ങ് മറന്നുപോയി. ഒരു കാര്യം ചെയ്യ്, നീ തയ്യാറായിരുന്നുള്ളൂ. കുട്ടികളെ തയ്യാറാക്കണം. നിനക്ക് ഒരുങ്ങാൻ ഭയങ്കര താമസമാണ്. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹലോ, സുഖാണോ? സുഖം തന്നെ. ഇന്നെന്താ ലേറ്റ് ആയോ പോകാനെ കൊണ്ട്? ഇന്ന് കുറച്ച് ലേറ്റായി. പോട്ടെ, ഓഫീസിൽ കുറച്ച് പണിയുണ്ട്. രമേശ് എന്ത് പറഞ്ഞാലും ആള് വളരെ നല്ലതാണ്. പറയേണ്ട കാര്യമുണ്ട്. നല്ല മനുഷ്യനാണ് അയാൾ. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഇടപെടുവാനായിട്ട് എല്ലാവരും വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ. അവനെ പോലെ തന്നെ അതേ നല്ല സ്വഭാവം. അതുപോലെ തന്നെ പിള്ളേരെ നല്ല പഠിക്കുവാനുള്ള മിടുക്കരും മുതിർന്നവരെ ബഹുമാനിക്കാനും വളരെ മിടുക്കം പിള്ളേരാണ്. അതിന് പറയേണ്ട കാര്യമുണ്ടോ? അച്ഛനമ്മനെ കണ്ടിട്ടല്ലേ പിള്ളേര് പഠിക്കുന്നു. അതിന്റെ ഗുണം കാണിക്കാതിരിക്കും. കർത്താവിനെ വിചാരിച്ച് ആർക്കും കണ്ണ് കിട്ടാതിരിക്കട്ടെ. പക്ഷെ എനിക്ക് പിന്നെ മാർക്കറ്റിൽ ഒന്ന് പോകണം. ഞാൻ എന്നാ പോട്ടെ. ശരി, എന്നാ ഞാൻ എനിക്ക് ബാങ്കിലും പോകണം. ഓക്കെ. രചന, നീ എന്തെടുക്കയാ അവിടെ? എത്ര സമയം എടുക്കും? നിന്റെ മേക്കപ്പ് നിർത്തിയിട്ട് പെട്ടെന്ന് വരുന്നുണ്ടോ? ശരി, എന്നാട്ടെ, നമുക്ക് ഇറങ്ങിയാലോ? പൂജ, നിതിൻ, വാ. സീമേ, നീ രജനയും കൂട്ടി പോരാ കേട്ടോ. ഞാൻ കുട്ടികളുമായിട്ട് അങ്ങ് നിൽക്കാം. വണ്ടിയൊന്നും തിരിച്ചിട്ടെ. ചേച്ചി കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ടില്ലായിരുന്നോ? എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? നല്ല വിശേഷം. പക്ഷെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ വളരെ മാറിപ്പോയി. എന്ത് പറയാനാ, നാട്ടിലിപ്പോൾ മനുഷ്യന്മാർ പണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്. ഉള്ള മണലൂറ്റിയും കാട് വെട്ടിയും ഉള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടിപ്പറുക്കിയിരിക്കുകയല്ലേ ഇപ്പോൾ.
ദൈവത്തിന്റെ സ്വന്തം നാടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓണത്തിനൊക്കെ എന്ത് രസമായിരുന്നല്ലേ നേരത്തെ. ശരിക്കും പണ്ടൊക്കെ ആമ്പൽക്കുളങ്ങളും ചെമ്പകവും തുമ്പയും തുമ്പിയും ഒക്കെ അതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിന് അന്യമായിക്കൊണ്ടിരിക്കുകയായി ഇപ്പോൾ. ശരിക്കും ശരി ചേച്ചി, ഈ ഉപഭോക്തൃ സംസ്കാരം നമുക്കിടയിൽ പോലും അടിച്ചേൽപ്പിക്കുന്നതിൽ ഈ ആഗോള മുതലാളിത്തത്തിന് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രവണതകൾക്കെതിരെ പൊരുതുന്ന ഒരു ചേരി കൂടുതൽ ശക്തി പ്രാപിച്ച് ഈ ലോകം തന്നെ മാറ്റിമറിക്കും. തീർച്ചയാണ്. മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇനിയുള്ള വരും തലമുറയ്ക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ? ഇത് നമ്മളുടെ ഭരണാധികാർ എന്നാണ് മനസ്സിലാക്കുന്നത്? ശരിയാ ചേച്ചി. ആ മാളവിക, കോളേജൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എന്തൊക്കെയാ അവിടെ പഠിപ്പിക്കുന്നത്? മെയിൻ ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും നമുക്ക് വീണ അല്ലാതെ മൃദംഗമും പഠിക്കാനുണ്ടാണ്ട്. ഓ, അപ്പൊ സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? ഒരു പാട്ട് പഠിക്കേ? ഇവിടെ വേണ്ടേ? അതിനെന്താ? ഇപ്പൊ വേണോ? പാടുമോളെ, അങ്കിളും ആന്റിയും കേക്കട്ടെ. നീര് സേർവാതോ വാ, നല്ല ശബ്ദം മോളെ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മാളവിക അറിയപ്പെടുന്ന ഒരു ഗായികയായിട്ട് മാറും. താങ്ക് യു അങ്കിൾ. ശരിയാ, നല്ല ശബ്ദം മോളുടെ കേട്ടോ. താങ്ക് യു ആന്റി. ചേട്ടാ, ഓഫീസ് എങ്ങനെ വന്നു? ഓ, നന്നായിട്ട് പോന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ല, ഇയാളുടെ പ്രൊമോഷൻ്റെ കാര്യമൊക്കെ എന്തായി? ഉടനെ ഉണ്ട്. ആ, ഈ വർഷം പെർഫോമൻസ് ഓഫ് ദി ഇയർ ആയിട്ട് തന്നെയാണ് ഓ, തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പൊ പിന്നെ നമുക്ക് വേറൊരു പാർട്ടിയും കൂടെ വേണം. ഓ, അതൊക്കെ തരാം. സമയം പോയി ചേട്ടാ, ആ, നമുക്ക് ഫിലിമിന് പോകണ്ടേ? ഓ, ഇത് പറഞ്ഞാൽ സമയം ഒരുപാടായല്ലേ? കുട്ടികളെ വാ. വാ വാ. ഫിലിം നന്നായിരുന്നു, ഭയങ്കര ക്ഷീണം. ശരിയാ കേട്ടോ, എന്നാലും കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, കണ്ടില്ലേ? ഇതുപോലെ വല്ലപ്പോഴും ഒരു ഔട്ടിങ് വേണ്ട അല്ലേ സീമേ? ശരിയാ, ഈ പഠിത്തം മാത്രമല്ലാതെ ഒരു ഔട്ടിംഗ് ഒക്കെ അത്യാവശ്യം. എന്താ രമേശ്? ശരി, ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഒരു ഔട്ടിങ് നമുക്ക് പ്ലാൻ ചെയ്യണ്ട. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓ, സമയം ഒരുപാടായി. അപ്പോ വാ പോവാ. ശരി ശരി ചേച്ചി. ഒന്ന് ഹലോ. ഹലോ. എന്താ, ഞാൻ വണ്ടി ഓടിക്കുക. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അരി ആട്ടയും തീരാറായി. വൈകിട്ട് വരുമ്പോ മേടിച്ചോണ്ട് വരണേ. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പറയാമായിരുന്നില്ല നിനക്ക്? ഞാൻ മറന്നുപോയി, ഇപ്പോഴാ ഓർമ്മ വന്നേ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ ഫോൺ ചെയ്യരുതെന്ന്? ഞാൻ ഓഫീസിൽ എത്തുന്ന സമയം നിനക്ക് അറിയാമല്ലോ, അപ്പൊ ചെയ്യാമായിരുന്നില്ലേ? ഓഹ്, സോറി രമേശ് ചേട്ടാ. ഞാൻ വരുമ്പോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഹലോ. ഹലോ. എന്താ ചെയ്യുവാ?
ഞാനിവിടെ കഞ്ഞിയും കറിയും ഉണ്ടാക്കുക. നീ കാര്യം എന്താ വെച്ചാ പറ. ഒന്നുമില്ല, പിള്ളേർ സ്കൂളിൽ നിന്ന് വരാറായി, അവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കണം ഇനി. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഈ ഹേമയാൻറ്റി ഇല്ലേ? എന്താ അവരുടെ കാറ്റ് പോയോ? ശോ, നിങ്ങൾ എന്നെ വർത്തന പറയുന്നേ. ഹേമയാൻറ്റിയെ ഒരു സ്കീം കൊണ്ടുവന്നായിരുന്നേ, ഞാനത് ചെയ്തോട്ടെന്ന് ചോദിക്കാനായിരുന്നു. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളൂ ആ പ്ലാൻ ഈ പ്ലാനും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുന്ന്. വീടിന്റെ ലോണും കുട്ടികളുടെ പഠനമൊക്കെ നടക്കുകയല്ലേ. പിന്നെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം പാവം പിടിച്ചവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഇടയല്ല നീ ഓരോ പ്ലാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അത് പോട്ടെ, നമ്മൾ നാട്ടിൽ പോകുന്ന കാര്യം എന്നാ തീരുമാനിച്ചു? പിള്ളേരുടെ അവധി ആകാറായില്ലേ? ഇപ്രാവശ്യം ആൻഡമാനിൽ പോകാനായിട്ട് പ്ലാൻ ഇട്ട് വെച്ചിരിക്കും ആശ. വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ സംസാരിക്കാമെന്ന്. ഇപ്പൊ നീ ഫോൺ വെക്ക, എനിക്ക് പണിയുണ്ട് ഇവിടെ. ഓക്കെ, ബൈ. വിവാഹത്തെ തുടർന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് എല്ലാ വീട്ടമ്മമാരും. എന്താ പിള്ളേരെ ന്യൂസ് കേട്ടോണ്ടിരിക്കുക? അങ്ങോട്ട് പോ. ആയിഷയും നിഷയും റോസ്നയും ഉൾപ്പെടെ 2519 പേരാണ്. നിലമ്പൂർ നഗരസഭയിലാണ് ഈ മുന്നേറ്റം. വിവാഹത്തെ തുടർന്ന് പഠനം പാതി വഴിയിൽ. എന്താ മുകേഷ്, എന്ത് പറ്റി നിന്റെ മുഖമല്ലായിരിക്കുന്നു? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇനിയും പറ, എന്തുണ്ടായി? അച്ഛന് എന്താണെന്നറിയില്ല, സുഖമില്ല. പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ഒരാവശ്യം വരുമ്പോഴുള്ള മനുഷ്യരെ പരസ്പരം സഹായിക്കാൻ പറ്റത്തുള്ളൂ. ശരി, ഞാൻ നിന്റെ കൂടെ വരാം ഹോസ്പിറ്റലിൽ. രചന, മുകേഷിന്റെ അച്ഛന് സുഖമില്ല. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോവാ. ഈ വണ്ടിയുടെ ചാവി എടുത്ത്. എന്താ മുകേഷ്, എന്നാ പറ്റി അച്ഛന്? കുറെ നാളായിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അച്ഛന് എന്താണെന്നറിയില്ല, സുഖമില്ലായിരുന്നു. ഒരു നെഞ്ചിനകത്തൊരു ചെറിയ വേദന, ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം. വാ മുകേഷ്, വാ മുകേഷ്. ഹലോ. ഹലോ, എവിടെയാ? ഞാനിപ്പോ മാർക്കറ്റിന്റെ അടുത്താണ്. മുകേഷിന്റെ അച്ഛന് മരുന്ന് മേടിച്ചിട്ട് വരുമോ? മാർക്കറ്റിലാണെങ്കിലേ കുറച്ച് പഴവും പച്ചക്കറിയും മേടിച്ചോണ്ട് വരണേ. ഓ, നിനക്കെന്താ ഓരോരോ സാധനങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നത്? നിനക്കെന്താ ഒരുമിച്ച് പറഞ്ഞാല്? എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ശരി ശരി, ഞാൻ വരുമ്പോൾ മേടിച്ചോണ്ട് വരാം. ശരി, ഓക്കെ. രചന, രചന, എന്താ എന്തിനാ വെള്ളം വെക്കുന്നേ? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഇപ്പൊ എന്ത് പറ്റി? ഇതാ എന്റെ സബ്ജി. എന്നോട് എത്ര വട്ടം പറഞ്ഞിട്ട് വണ്ടി ഓടിക്കുമ്പോ ഫോൺ ചെയ്യരുന്ന്. നിന്റെ ഈ സ്വഭാവം കാരണം ഒരു ദിവസം ഞാൻ ചാകും. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും നിന്റെ തലേ കയറത്തില്ല. നിന്റെ ഈ സ്വഭാവം ഒരു ദിവസം എന്നെ കൊലക്ക് കൊടുക്കും. തെറ്റ് പറ്റിപ്പോയി എന്റെ മാഷേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ദേഷ്യമൊക്കെ കളഞ്ഞ് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്ന് പൂജയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് പൊന്നെ. എന്നാ ഓഫീസിൽ പോകുമ്പോഴേ കേക്കുകാരൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തിട്ട് പോണേ. ശരി ശരി ശരി. പൂജ, ഇന്ന് നിന്റെ പിറന്നാളല്ലേ? എന്താ നിനക്ക് സമ്മാനം വേണ്ടത്? പപ്പ, എനിക്ക് സൈക്കിൾ വേണം. ശരി ശരി, കൊണ്ടുവരാം. നിനക്കെന്താ നിതിൻ? പപ്പ, എനിക്ക് PlayStation 3 വേണം. PlayStation 3? അതെന്താണ്? പപ്പ, പുതിയ ഗെയിമാ. ശരി ശരി, കൊണ്ടുവരാം. എന്തെല്ലാം ഗെയിമാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. ചേച്ചി, ഇന്ന് വൈകിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഷൈനൊക്കെ ചെയ്യാമല്ലോ. ആ, നല്ല രസമായിരിക്കും. ഇന്ന് ഒത്തിരി ഗിഫ്റ്റ് കിട്ടുമല്ലോ. അതെല്ലാം എനിക്ക് കിട്ടുക. അതിൽ കാറുണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? ഷുവർ. ഗോഡ് പ്രോമിസ്, ഗോഡ് പ്രോമിസ്. ഇന്ന് ബർത്ത്ഡേ പാർട്ടിക്ക്
അപ്പവും രാഹുലും ഒക്കെ വരും. നല്ല രസമായിരിക്കും. പൂജ, നിതിൻ, വാ വന്ന് സ്കൂളിൽ പോകാനൊരുങ്ങേ. അമ്മ ഇന്ന് അവധി എടുക്കട്ടെ പ്ലീസ്. അമ്മ ഇന്ന് ബർത്ത്ഡേ അല്ലേ? അത് പറ്റില്ല, സ്കൂളിൽ പോയേ പറ്റുള്ളൂ. നല്ല കുട്ടികളല്ലേ, നല്ല കുട്ടികളല്ലേ, പോയി ഒരുങ്ങ. പ്ലീസ് അമ്മ, പ്ലീസ്. അതെ, വൈകിട്ട് കേക്ക് കിട്ടിയണ്ടേ? ചെല് ചെല് ചെല്. ഹായ് പൂജ, ഹാപ്പി ബർത്ത്ഡേ പൂജ. ഹാപ്പി ബർത്ത്ഡേ പൂജ. ഹാപ്പി ബർത്ത്ഡേ പൂജ. നന്നായിട്ടുണ്ടല്ലോ. ഇവിടെ കുറച്ച് കുറവുണ്ട് കേട്ടോ, ഈ സൈഡിലൊക്കെ. ഒരു കാര്യം ചെയ്യും, മാളവിക്കാം, നീ കൂടെ ഒന്ന് കുടിക്കും കുറച്ച്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ. വെരി ഗുഡ്. ഹലോ ഹലോ, പറ. കേക്കിന് ഓർഡർ കൊടുത്തില്ലായിരുന്നോ? ഇതുവരെ എത്തിയില്ലല്ലോ. അതൊക്കെ അവിടെ സമയത്തിന് എത്തിക്കോളും. പിന്നെ നമ്മുടെ അടുത്തുള്ളവരെ ബന്ധുക്കളെ എല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് കേട്ടോ. ശരി ശരി, കുഴപ്പമൊന്നുമില്ല. പ്രദീപേട്ടൻ്റെ കുടുംബമൊക്കെ വന്നിട്ടുണ്ട്, വേഗം വരണേ. ഓക്കെ. കാശി, ഈ കവർ ഒന്ന് കൊറിയർ അയക്കണം, അർജന്റ് ആണ്. ശരി ശരി. ഹലോ എവിടാ? വൈകിട്ട് നമുക്ക് കൂടണം. അതൊക്കെ വൈകിട്ട് വന്നിട്ട് പറയാന്ന്. കാര്യം ചെയ്, നമ്മുടെ കിഡ്മത്ത് ബാറില് 7:30 എത്തിയേക്കണം. ഒരു കാര്യം ചെയ്, നമ്മുടെ സജുവിനെ കൂടെ വിളിച്ചു. എന്നാ വെക്കുവാ. ബൈ. എന്താ രമേശ് ഇന്ന് പാർട്ടി തരാൻ പ്രത്യേകിച്ച്? ഇന്നെന്റെ കുട്ടിയുടെ പിറന്നാളാണോ, വീട്ടിലെല്ലാരും വന്നിരിപ്പുണ്ട്. ഈ കാരണം നിങ്ങളെ എല്ലാരും ഇങ്ങോട്ട് വിളിച്ചത്. ആരുടെ? മോളുടെ ആടോ. എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്ക്. ശരി ശരി ശരി.
പോട്ടെ, സമയായി. രമേശ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ആ പോകണം. എല്ലാരും ഇവിടെ കാത്തിരിക്കുക. വേഗം വാ. ഹലോ, എന്താ ഒരു ശബ്ദം കേട്ടെ? രമേശ്, രമേശ്, ഹലോ, ഹലോ രമേശ്, രമേശ്, ഹലോ രമേശ്, എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും സംസാരിക്ക. ഹലോ രമേശ്, ഹലോ, ഹലോ രമേശ്, രമേശ്, ഹലോ രമേശ്, എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും സംസാരിക്ക. ഹലോ ചേച്ചി, നിങ്ങളാരാ? ഞാൻ രമേശ് അല്ല, ദിലീപാ. ദിലീപ്. ദിലീപ്? ദിലീപ്, രമേശ് എവിടെ? രമേശിന് ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ്? ചേച്ചി, 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 എന്റെ ദൈവമേ, എല്ലാം എന്റെ തെറ്റാ. എന്റെ ദൈവമേ, എന്ത് വലിയ പാതകോ ഞാൻ ചെയ്ത്. ഞാൻ ആ സമയത്ത് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ ദുർവിധി വരില്ലായിരുന്നു. എന്ത് വലിയ പാതകോ ഞാൻ ചെയ്തത്. എന്റെ ദൈവമേ.